യുവയുടെ സാഹിത്യ സാംസ്കാരിക സംഗമ വേദിയായി ഓർമ്മ സാഹിത്യോത്സവം 20-ലധികം വ്യത്യസ്ത വിഷയങ്ങളാണ് 3 വേദികളിലായി ചർച്ചയായത്. കഴിഞ്ഞ വാരാന്ത്യത്തിൽ 2 ദിവസങ്ങളിലായി ദുബായ് ഫോക്ലോർ അക്കാദമി ഹാളിലായിരുന്നു ഓർമ്മ സാഹിത്യോത്സവം. പ്രഭാഷകൻ സുനിൽ പി ഇളയിടം, എഴുത്തുകാരൻ ബെന്യാമിൻ, MV നികേഷ് കുമാർ, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ, യുവ എഴുത്തുകാരി ജിൻഷ ഗംഗ എന്നിവർ വിവിധ വേദികളിൽ അതിഥികളായി പങ്കെടുത്തു. യുവയിലെ വിവിധ സാഹിത്യ സാംസ്കാരിക രംഗങ്ങളെ പ്രതിനിധീകരിച്ച് 90ഓളം സംവാദകരും 1000ഓളം സദസ്യരും സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി. സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി കുട്ടികൾക്കായി പ്രത്യേകം ഒരുക്കിയിരുന്ന സാംസ്കാരിക വേദിയിൽ കവിതാലാപനം, ചിത്രരചന എന്നിവയും നടന്നു. 200ഓളം കുട്ടികളാണ് പങ്കെടുത്തത്. നമ്മുടെ പ്രവാസ ലോകത്ത് ഒരു വേറിട്ട ശബ്ദമായിട്ട് ഓർമ്മ മാറുകയാണ്. ഇപ്പോൾ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റ് എന്ന് പറയുന്നത് 2ാമത്തെ വർഷം നമ്മൾ നടത്തുന്നത്. കഴിഞ്ഞ വർഷത്തെ വ്യത്യസ്തമായിക്കൊണ്ട് ഈ വർഷം ഒരു അഭൂതപൂർവമായ ഒരു ആളുകളുടെ പങ്കാളിത്തമാണ് ഈ ഒരു സാംസ്കാരിക സദസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ കലയും സംസ്കാരമൊക്കെ സാഹിത്യമൊക്കെ തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ് എന്നതിനെ സംബന്ധിച്ച് പ്രവാസ ലോകത്ത് ഒരു പുതിയ അനുഭവം നമ്മുടെ ഈ ഓർമ്മ സംഘടിപ്പിക്കപ്പെടുന്ന ഈ പരിപാടിയിലൂടെ കാണുകയാണ്. സമാപന സമ്മേളനം പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. വേദിയിൽ ബോസ് കുഞ്ചേരി സാഹിത്യ പുരസ്കാരങ്ങൾ പ്രേംകുമാർ സമ്മാനിച്ചു. പ്രവാസി ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ NK കുഞ്ഞഹമ്മദ്, നോർക്ക ഡയറക്ടർ OB മുസ്തഫ എന്നിവർ ആശംസകൾ അറിയിച്ചു. സെക്രട്ടറി ജിജിത അനിൽകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് നൌഫൽ പട്ടാമ്പി അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് ട്രഷറർ ധനേഷ് നന്ദി രേഖപ്പെടുത്തി. NTV ദുബായ്.